ഗ്യാസ് സബ്സിഡി നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. നിയമനിർമ്മാണ സഭകളിലടക്കം ഉരുണ്ടുകൂടിയ പ്രതിഷേധത്തിന് കേന്ദ്ര സർക്കാർ പറഞ്ഞ മറുപടി തൃപ്തികരമോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ സമ്പത്ത് എം പി, BJP നേതാവ് ശിവൻകുട്ടി, ഒപ്പം ഷാഹിദ കമാൽ, BRM ഷഫീർ, PP സത്യൻ, ഭാസുരേന്ദ്ര ബാബു എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയെ സജീവമാക്കുക. തീർച്ചയായും സബ്സിഡി നിർത്തലാക്കുന്നതിനെതിരെ പാർലമെന്റിൽ വൻ പ്രതിഷേധമുയരുമ്പോൾ ശ്രീ സമ്പത്ത് എം പി, ഒരുപക്ഷേ പാർലമെന്റിൽ ഇന്ന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി, കേന്ദ്രമന്ത്രി നൽകിയ മറുപടി അടക്കമുള്ളവ പരിശോധിച്ചാൽ നിലനിൽക്കുന്ന ആശങ്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അറുതിയുണ്ടോ? ഇവിടെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം അത് ഈ LPG സിലിണ്ടറുകളുടെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ പൊതു ബഡ്ജറ്റിൽ ഫിനാൻസ് ബില്ലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും ലോക്സഭ ചർച്ച ചെയ്ത് അത് പാസ്സാക്കി അത്തരം കാര്യങ്ങളിൽ നിയമപരമായ ഒരു പാവനത, ഇംഗ്ലീഷിൽ ഒരു സാങ്ക്ടിറ്റി എന്ന് പറയേണ്ടി വരും, ഒരു പാർലമെൻറ്റിൻ്റേതായിട്ടുള്ള അംഗീകാരം അത്തരത്തിൽ നൽകി വന്നത് പാർലമെൻറ്റിൻ്റെ അറിവും സമ്മതവും അംഗീകാരവും ഇല്ലാതെ നടപ്പാക്കുക എന്നത് വാസ്തവത്തിൽ എല്ലാ പാർലമെൻ്ററി മര്യാദകളുടെയും ലംഘനമാണ്. അത് മാത്രമല്ല, ഇവിടെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ മാസം 17-ാം തീയതി മുതൽ ആരംഭിച്ച് വരുന്ന ഓഗസ്റ്റ് 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഈ പാർലമെൻറ്റ് സമ്മേളന കാലയളവിൽ ഒരു ചോദ്യത്തിൻ്റെ മറുപടി, അതും ആ ചോദ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച പോലും ഉണ്ടാവില്ല. ഇന്ന് ഈ രാജ്യത്തെ മാധ്യമങ്ങളും ജനങ്ങളും പോലും ഇത് പൊള്ളുമ്പോൾ മാത്രമേ അറിയുകയുള്ളായിരുന്നു. ഇതൊരു നക്ഷത്ര ചിഹ്നമിടാത്തൊരു ചോദ്യം, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം സ്റ്റാർഡ് ചോദ്യമായാൽ പോലും ഒരു ദിവസം ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 20 ചോദ്യങ്ങളിൽ ആദ്യത്തെ 4 or 5 പരമാവധി പോയാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 6ാമത്തെയോ ചോദ്യം വരെയൊക്കെയാണ് സാധാരണഗതിയിൽ എത്താറുള്ളത്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം എന്നുള്ളത് മന്ത്രിമാർ സാധാരണ വാക്കാൽ മറുപടി പറയേണ്ടതില്ല, അവിടെ ഉപചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത്തരത്തിൽ വന്നതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് 2 വിഷയങ്ങൾ ഞാൻ ഈ പറഞ്ഞതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്, സബ്സിഡി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ എന്താണ്, ഓരോ മാസവും ഇതിൻ്റെ ഓരോ സിലിണ്ടറിൻ്റെയും വില വർദ്ധിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? പാർലമെൻറ്റ് സമ്മേളിക്കുന്നു, പാർലമെൻറ്റ് ഈ വിധത്തിൽ പാർലമെൻറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അത് തന്നെ ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട പൊതുമേഖലാ എണ്ണ കമ്പനികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 എണ്ണ കമ്പനികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമാണ് ഈ LPG വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. LPG ഈ വിധത്തിൽ ഇത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് നേരത്തെ നൽകിയിരുന്ന സബ്സിഡി, ആ സബ്സിഡി തന്നെ അത് സിലിണ്ടറുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് ചുരുക്കി. അതിനെ തുടർന്ന് രാജ്യവ്യാപകമായ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അങ്ങനെ എണ്ണം ചുരുക്കിയതിനെതിരായി 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒറ്റയടിക്ക് ഇത് 6 ചുരുക്കുകയുണ്ടായി. പിന്നീട് ഉണ്ടായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 9 പിന്നീട് വർദ്ധിപ്പിക്കുകയുണ്ടായെങ്കിൽ പോലും ഇന്നും ഒരു ഇടത്തരം കുടുംബത്തിന് വാസ്തവത്തിൽ സബ്സിഡിയിൽ അനുവദിക്കപ്പെട്ട ആ ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം കൊണ്ട് അവരുടേതായിട്ടുള്ള പാചക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് സബ്സിഡി കൂടാതെയുള്ള, സബ്സിഡി ഇല്ലാത്തതായിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അവർക്ക് കൂടുതലായി വാങ്ങേണ്ടതായി വരികയാണ്. അപ്പോൾ ഇവിടെ ഗ്യാസ് സബ്സിഡി ഇല്ലാത്തതായിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിന് അതിന് വീണ്ടും വില കൂടിയിട്ടുണ്ട്. ഇതും വന്നിരിക്കുകയാണ്. ഇവിടെ ഇതെല്ലാം കൂടി വാസ്തവത്തിൽ ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു, പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഈ തെങ്ങ് ഒടിഞ്ഞു വീണവൻ്റെ തലയിൽ കൂടി പിന്നെ മലയും കൂടി ഇടിഞ്ഞു വീണു എന്ന് പറയുന്നത് പോലെ അടുക്കള പൂട്ടിപ്പിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരു കാരണവശാലും ഇത് യോജിക്കാൻ കഴിയുന്നതല്ല. പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, പാർലമെൻറ്റിനെ മറച്ചു വെച്ചുകൊണ്ട്, ഒളിച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചത് ഒട്ടും ശരിയായില്ല. തീർച്ചയായും ശ്രീ ശിവൻകുട്ടി, മറുപടി പറയേണ്ടി വരുന്നത് BJP തന്നെയാണ്. അതായത് ഓർഡിനൻസ് സ്റ്റൈലിലാണ് മുഴുവൻ ഭരണങ്ങളെയും കൊണ്ടുപോകുന്നത്. വിരമിച്ച രാഷ്ട്രപതി പോലും അതേ സംബന്ധിച്ച് ചില സൂചനകൾ നൽകി. ഓർഡിനൻസ് ഏത് ഘട്ടത്തിലാണ് പുറപ്പെടുവിക്കേണ്ടത്, അതിൻ്റെ ഗൗരവം, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ രീതി എത്ര ഗൗരവമാണെന്ന് ഇവിടെ സമ്പത്ത് MP സൂചിപ്പിച്ചത് അടിവരയിടേണ്ടതാണ്. അതായത് ഒരു കാര്യങ്ങളും അറിയാതെ രഹസ്യമായി ചെയ്യുന്നു. അങ്ങനെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്.
വളരെ ഗൗരവമായ പ്രശ്നം. ഇന്ത്യയിലെ പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവർ, അലർജി പേഷ്യൻസ് അടക്കമുള്ളവർ, സാധാരണക്കാർക്കൊക്കെ ഗൗരവമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ ചെയ്യാൻ പോകുന്നത്. ഇതിനെയൊക്കെ BJP വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും കൈകാര്യം ചെയ്തത്. ശ്രീ ശിവൻകുട്ടി കേൾക്കുന്നില്ല. ശ്രീ ശിവൻകുട്ടി കേൾക്കാമോ ഇപ്പോൾ? ഹലോ, കേൾക്കാലോ? കേൾക്കാം. ഹലോ, കേൾക്കാം. ഹലോ. അതായത് ശ്രീ ശിവൻകുട്ടി, അതായത് മുഴുവൻ ബഹുമാനായിട്ടുള്ള സമ്പത്ത് MP വിശദീകരിച്ചത്. പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ബഹുമാനായിട്ടുള്ള സമ്പത്ത് MP ഞാൻ വിശദീകരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. ഇക്കാര്യത്തെ സംബന്ധിച്ച് പാർലമെന്റിനുള്ളിലാണ് ബഹുമാനായിട്ടുള്ള പെട്രോളിയം വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പാർലമെന്റിലുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയാണ് പെട്രോളിയം വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഒളിപ്പുവെപ്പും നടന്നിട്ടില്ല. വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സബ്സിഡിയെ സംബന്ധിച്ചിട്ടുള്ള LPGയുടെ സബ്സിഡിയെ സംബന്ധിച്ചിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയിൽ വന്നിരുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞു, സാമ്പത്തിക ശേഷിയുള്ളവർ സബ്സിഡി ഉപേക്ഷിക്കണം, അർഹതപ്പെട്ടവർക്ക് സബ്സിഡി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞ 3 വർഷമായി രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് ഇത് ആരംഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇക്കാര്യം പൂർണ്ണമായി ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ നടുവിൽ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നലെയും ഇന്നും മന്ത്രി പാർലമെന്റിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരു ആശങ്കയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ വ്യക്തമാണ്, എല്ലാവർക്കും സബ്സിഡി നൽകുമെന്ന് ജനങ്ങൾ എന്ന് പറയുമ്പോൾ BJP നേതാക്കന്മാർ മാത്രമല്ല. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഉജ്ജ്വൽ യോജന പ്രകാരമുള്ളവർക്ക് അടക്കം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർക്ക് സബ്സിഡി അനുവദിക്കും എന്നാണ് പറഞ്ഞത്. സബ്സിഡി തുടരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് ആ ഉജ്ജ്വൽ യോജനയിൽ ഉള്ളത്? 2.5 കോടി പേർ, അതായത് 2.5 കോടി പേർ. ബാക്കി ഏതാണ്ട് 18 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് എങ്ങനെ സബ്സിഡി കിട്ടും? ആ സബ്സിഡി ഒഴിവാക്കിയത് സംബന്ധിച്ച് പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ നിരവധിയായി 2016 മുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് മറുപടി മറ്റുള്ളവർ പറയും. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയെ അറിയിച്ച ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ 2.5 കോടി ജനങ്ങൾ മാത്രമാണോ അതിൽ ഉൾപ്പെടുക? വ്യക്തത വേണം. അല്ല, ഉജ്ജ്വൽ പ്രധാനമന്ത്രി കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കാം. ഹലോ ശ്രീ ശിവൻകുട്ടി, ഹലോ പറയട്ടെ. ഹലോ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം 2.5 കോടി ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 2.5 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം. ഇനിയും സർവേ വഴി നിരവധി പാവപ്പെട്ട നിർധനരായ ആൾക്കാർക്ക് ഉജ്ജ്വൽ യോജന പ്രകാരം ലഭിക്കേണ്ടതുണ്ട്. ആ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2.5 കോടിയിൽ ഇത് അവസാനിപ്പിക്കുന്നില്ല, ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. നിർധനരായ പാവപ്പെട്ട സ്ത്രീകൾക്ക്, കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹതപ്പെട്ട എല്ലാവർക്കും അത് സബ്സിഡി നിരക്കിൽ LPGയുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടർ എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന തരത്തിലാണ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് 2.5 കോടി എന്നുള്ളത് നിലവിലുള്ള സംഖ്യയാണ്, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ നിലകൊള്ളുന്നത്. LPG സിലിണ്ടർ ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം മാത്രമല്ല, സബ്സിഡി ഉപേക്ഷിച്ചിട്ടുള്ള 2.5 കോടിയിലധികം ജനങ്ങളുണ്ട്. അവർക്കും വില കുറയുവാൻ പോവുകയാണ്. മാത്രമല്ല, ഇപ്പോഴുള്ള 700 രൂപയോളം നോൺ സബ്സിഡിയുള്ള സിലിണ്ടറുകൾ അത് 500 രൂപയാകാൻ പോവുകയാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് 23 രൂപ കുറച്ചിട്ടുണ്ട്, വില കുറച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് ഇത് 93 രൂപ വില കുറച്ചിട്ടുണ്ട്. എല്ലാം വില കുറയുവാൻ പോവുകയാണ്, വില വർദ്ധിക്കുകയല്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ്, പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ്. ഇന്നും വില കുറഞ്ഞു. താങ്കൾ എവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്ക് സംശയം. ശ്രീ സമ്പത്ത് എം പിയിലേക്ക് തന്നെ പോകാം, ക്ലാരിറ്റി വരട്ടെ, ഞാൻ ഇടപെടുന്നില്ല. ശ്രീ സമ്പത്ത് എം പി, അതായത് ഇങ്ങനെയാണോ കാര്യങ്ങൾ? പാർലമെന്റിനുള്ളിൽ വിശദീകരിക്കുന്നു, നിരവധിയായി വന്ന ചർച്ചയുടെ തുടർച്ച എന്നോണം കാര്യങ്ങളെ എത്തിക്കുന്നു എന്നൊക്കെയാണ് ശിവൻകുട്ടി പറയുന്നത്. ശിവൻകുട്ടി BJP ക്ലാസ്സിന് മാത്രം പങ്കെടുത്തതിന് ശേഷം എത്തിയതുപോലുണ്ട്. ഒരു തർക്കത്തിന് ഞാനില്ല. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് തന്നെ പോയി നമ്മുടെ അമ്മമാരോട് അവിടെ വീട്ടിൽ എന്തായാലും അടുക്കള നമ്മൾ വളരെ കുറച്ച് സമയമായിരിക്കും നമ്മളെല്ലാവരും അത്തരത്തിൽ ഇടപെടുക, പുരുഷന്മാർ. സ്ത്രീകൾ കൂടുതൽ നേരം. നമ്മൾ അവിടെ പോയി നമ്മുടെ വീട്ടമ്മമാരോട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ എന്താണ്, 32 രൂപയാണ് ഡൽഹിയിൽ ഒരു സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂടിയിട്ടുള്ളത്. 32 രൂപ. ഇത് കഴിഞ്ഞ 6 കൊല്ലത്തിനിടയിലുള്ള ഏറ്റവും വലിയ 6 കൊല്ലത്തിനിടയിലെ ഏറ്റവും വലിയ വർധനവാണ് 32 രൂപയുടെ ഒറ്റയടിക്കുള്ള വർധനവ് വന്നിരിക്കുന്നത്. ഇത് ഡൽഹിയിൽ മാത്രമല്ല വില കൂടിയിട്ടുള്ളത്. ഡൽഹിയിൽ ഇപ്പോൾ സബ്സിഡിയോട് കൂടിയ LPG ഒരു സിലിണ്ടറിന് അത് 477 രൂപ 46 പൈസ. അപ്പോൾ 477 രൂപ 46 പൈസ സബ്സിഡിയോട് കൂടിയതിന് 14.2 കിലോഗ്രാം വരുന്ന 14.2 കിലോഗ്രാമിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ വിലയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഈ വിധത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ വാല്യൂ ആഡഡ് ടാക്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള നികുതികളുടെയും എല്ലാം ഒരുപാട് ഇളവുകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ പല നഗരങ്ങളും ഉണ്ട്. GST വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഈ LPGയുടെ വില, ആ വിലയിൽ ഒരു ക്വാണ്ടം ജമ്പ് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് GST എന്നുള്ളത് കൊണ്ട് നേരത്തെ ഈ പല മെട്രോകളിലും അത്തരത്തിൽ, മുംബൈ ഉൾപ്പെടെയുള്ള മെട്രോകളിൽ അത്തരത്തിലുള്ള ആ നഗരപ്രദേശങ്ങളിലെ പട്ടണപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് പാചകവാതകത്തിന് നമ്മൾ ചെറിയ ഒരു ഫ്ലാറ്റിലൊക്കെ ഒരു 500-600 ചതുരശ്ര അടി 500-600 ചതുരശ്ര അടി എന്നൊക്കെ പറഞ്ഞാൽ മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ, ഡൽഹി പോലുള്ള ഒരു നഗരത്തിലൊക്കെ തന്നെ അതൊക്കെ തന്നെ ഒരു ലക്ഷറി ആണെന്ന് പലർക്കും തോന്നുന്നതാണ്. വളരെ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ഈ വിറകും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് അടുക്കളയിലൊന്നും വേവിക്കാനൊന്നും കഴിയില്ല. 28, 30, 50 നില കെട്ടിടങ്ങളിലെല്ലാം ഇത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഇവിടെ വാസ്തവത്തിൽ ജനങ്ങളെ ഇങ്ങനെ ഈ കൊള്ളയടിക്കുന്നത്, അത് വാസ്തവത്തിൽ ഈ കൊള്ളയടിക്കുകയും അതിന് കമ്പനികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഇത് മാത്രമല്ല, ഇത് പൊതുമേഖലാ കമ്പനികളാണെന്ന് പറയുമ്പോൾ അവർ നഷ്ടം സഹിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അവർ പറയുന്ന നഷ്ടം എന്നുള്ളത് തെറ്റായ കണക്കാണ്. പല ചർച്ചകളിലും മുമ്പ് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അവരുടെ അണ്ടർ റിക്കവറി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നഷ്ടമല്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രൂഡ് ഓയിലിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ LPG അവിടെ നിന്ന് മാറ്റിയില്ല എങ്കിൽ ഈ പ്രകൃതിവാതകം കത്തിച്ചു കളയുന്നത് പോലെ തന്നെ നമ്മുടെ പെട്രോൾ LPG ആ വാതകത്തെ കത്തിച്ചു കളയേണ്ടതായിട്ട്, ഇല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും. വാസ്തവത്തിൽ അവരുടെ സേഫ്റ്റി കൺസേണുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇത്തരത്തിൽ നീക്കം ചെയ്യുന്നത്. അതാണ് ഇവിടെ വാസ്തവത്തിൽ ഈ കൺസ്യൂമേഴ്സിന് നൽകുന്നത്. ഇവിടെ ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് വേറെ ഒരു ന്യായീകരണവും പറഞ്ഞിട്ട് കാര്യമില്ല. പാർലമെന്റിനെ ഒളിച്ചു വയ്ക്കുകയായിരുന്നു. ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റേതായിട്ടുള്ള ദിവസമായിരുന്നില്ല ലോക്സഭയിൽ. ഇന്നലെ അദ്ദേഹം ലോക്സഭയിൽ പ്രത്യേകിച്ച് ഒരു പ്രസ്താവന നൽകിയിട്ടില്ല. ഞങ്ങളെല്ലാം പാർലമെന്റിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നതാണ്. രാജ്യസഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്തരം കാര്യത്തിൻ്റെത് വന്നത്. ഞങ്ങൾ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി, പ്രസ്താവനയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ അഭ്യർത്ഥിക്കുകയുണ്ടായി. അത്തരം ഒരു മറുപടിയും ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടായതുമില്ല. തീർച്ചയായും ശ്രീമതി ഷാഹിദ കമാൽ, അതായത് വളരെ ഗൗരവമായ വിഷയം. ഒരുപക്ഷേ ഇവിടെ ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തിയ ഈ കണ്ണിൽ പൊടിയിടൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. പൊതുപ്രവർത്തകയാണ് എങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ അടുക്കളയിലുള്ളത് സ്ത്രീകളാണ്. അങ്ങനെ വേണമോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ നിലവിലെ യാഥാർത്ഥ്യം, പ്രായോഗികത അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. കുടുംബത്തെ അല്ല, ഏത് വിധത്തിലും ബാധിക്കും. അതായത് ഈ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം 2.5 കോടി ജനങ്ങൾക്ക് സബ്സിഡി തുടരും എന്ന് പറയുന്നു. അതിൽ നിലവിൽ 2.5 കോടിയേ ഉള്ളൂ. 18.11 കോടി ജനങ്ങളാണ് ഇപ്പോൾ സബ്സിഡി അനുഭവിക്കുന്നതെങ്കിൽ അതിൽ 2.5 കോടി മാത്രമേ ഉള്ളൂ. ഘട്ടം ഘട്ടമായി അത് വരുത്തും. അതിലേക്ക് മറ്റുള്ളവർ, എന്ത് ക്രൈറ്റീരിയയാണ് ഇതിനകത്തുള്ളത്, ഏത് രീതിയിലാണ് പഠനങ്ങൾ നടക്കുന്നത്, എന്ത് വിധത്തിലാണ് അങ്ങനെ ചേർക്കുക, അതിലുള്ള എല്ലാ അവ്യക്തതകളും തുടരുകയാണ്. ജനങ്ങളുടെ നെഞ്ചിൽ ഭാരം ഇരട്ടിയാകുന്നു.
അല്ല, ഇതില് ക്രൈറ്റീരിയ BJP നിശ്ചയിച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നത്. ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് ഇത് വലിയൊരു വില വർധനയൊന്നും അല്ലാന്ന്. കാരണം അവരൊക്കെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന 2000-ന്റെ നോട്ട് കെട്ടുകൾ ഇഷ്ടം പോലെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ചെലവഴിക്കണ്ടേ? അപ്പം ഒന്ന് ഗ്യാസിന് വില കൂടിയാലല്ലേ ഈ 2000-ന്റെ നോട്ട് എടുത്തൊന്ന് മാറാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ BJP നേതാവിനോട് പറയാനുള്ളത്, ഈ ചർച്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ ഭാര്യ അത്താഴം തരുമ്പോൾ ചോദിക്കും, ഈ ചർച്ച കഴിഞ്ഞിട്ടാണോ നിങ്ങൾ അത്താഴത്തിന് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും ഭാര്യ. അത് ചോദിക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് BJPയുടെ കുടുംബങ്ങളിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ്. ഇവിടെ ആദ്യമായിട്ടല്ല, നമുക്കറിയാം ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു കടന്നുകയറ്റം നടത്തിയപ്പോൾ നമ്മളത് ഭക്ഷണത്തിൻ്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ ഒരു സമ്പദ്ഘടന, ഇപ്പം നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം രാജ്യത്തുണ്ടായ സമ്പദ്ഘടനയിൽ വന്നിട്ടുള്ള നിയന്ത്രണം, അതുപോലെ തന്നെ സാമ്പത്തിക വിനിമയത്തിൽ വന്നിട്ടുള്ള നിയന്ത്രണങ്ങളും പരിഷ്കരണങ്ങളും ഒക്കെ തന്നെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ദുസ്സഹമായ ദുരിതപൂർണമായ ഒരു ജനജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പാമ്പ് വീഴുന്ന പോലെ ഇപ്പം ഈ സിലിണ്ടറിൻ്റെ വില കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഒറ്റയടിക്ക് 43 രൂപ. ഇപ്പം കഴിഞ്ഞ 10 മാസമായിട്ട് വന്നിരിക്കുന്ന വില വർധനയെക്കുറിച്ച് ശ്രീ സമ്പത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ അവർ ക്രൈറ്റീരിയ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ബാക്കിയുള്ള ജനങ്ങൾക്ക്, കാരണം ഇന്ന് ഈ ഗ്യാസിനെ ആശ്രയിച്ചിട്ടാണ് മിക്ക കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഈ ഗ്യാസിൻ്റെ വിലയെക്കുറിച്ച് പറയുമ്പോൾ ഇത് കുടുംബങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ഇവിടെ ഗ്യാസിൻ്റെ വില വർദ്ധിക്കുമ്പോൾ നമ്മൾ നാളെ പുറത്തിറങ്ങി ഒരു ചായക്കടയിൽ ചെന്ന് ഒരു ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ വില വർധനവിൻ്റെ ആനുപാതികമായ വില വർധനവും മറ്റു മേഖലകളിലും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടി വരും. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ തന്നെ പാചകവാതക ഉപയോഗിച്ച് തന്നെയാണ് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഈ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പോലും ഈ പാചകവാതകത്തിൻ്റെ വില വർധന എങ്ങനെ അതിനെ ബാധിക്കും? അപ്പോൾ ഇവരെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയയിലാണോ ഇവരെയൊക്കെ വരുത്തുന്നത് എന്നുകൂടി BJP നേതാവ് വിശദീകരിച്ചാൽ കൊള്ളാം. തീർച്ചയായിട്ടും ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് സ്ത്രീയാണ്. പലപ്പോഴും നമുക്കറിയാം പുരുഷന്മാർ ശമ്പളം കിട്ടുമ്പോൾ സ്ത്രീകളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പിന്നീട് അവർ ആ ഒരു ശമ്പളം കൊണ്ടായിരിക്കണം ഒരു മാസം. അപ്പോൾ ഇതിനിടയിൽ ഇതുപോലെ പാചകവാതകത്തിനൊക്കെ ഇനി മാസം 4 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് എത്രയോ സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇവിടെ ഈ ഗിവിറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് സബ്സിഡി വേണ്ട എന്ന് പറയുന്ന സ്വിച്ച് ഞെക്കിയാൽ, അതായത് നമ്മൾ ഫോൺ വഴി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞെക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും 7 ഞെക്കാൻ പറയും. പാവപ്പെട്ട സ്ത്രീകൾ അറിയില്ല, അവരോട് 7 ഞെക്കാൻ പറയും, അവർ 7 ഞെക്കും. അവരറിയാതെ എത്രയോ പേരുടെ സബ്സിഡിയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച്, സ്ത്രീകളെ പറ്റിച്ച്. കാരണം സ്ത്രീകളാണല്ലോ ഈ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. പുരുഷന്മാരെല്ലാം അങ്ങനെ രാവിലെ ഇറങ്ങി പോകുമല്ലോ. അപ്പൊ അങ്ങനെയും എത്രയോ പേരുടെ സബ്സിഡി, പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ കുറെ പേര് സബ്സിഡി വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അറിഞ്ഞുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സബ്സിഡി വേണ്ട എന്ന് വെച്ച ജനങ്ങൾ ഇപ്പം മറ്റുള്ള ആളുകൾക്ക് കൂടി സബ്സിഡി നിർത്തലാക്കുക വഴി, അപ്പൊ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സബ്സിഡി അനുവദിച്ചു കൊടുത്ത ആളുകളൊക്കെ വിഡ്ഢികളായി മാറിയോ ഈ പുതിയ നിയമപ്രകാരം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിലാക്കി, അവരെ പ്രയാസത്തിലാക്കി ഇവിടെ BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. BJP നേതാക്കന്മാർക്ക് ആർക്കും ഈ വില വർധന കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവരുടെയൊക്കെ കൈകളിൽ അച്ചടിച്ച് വിതരണം ചെയ്യാൻ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കെട്ടുകണക്കിന് നോട്ടുകൾ ഉള്ളതുകൊണ്ട് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ശ്രീ BRM ഷഫീറിലേക്ക്. ഷഫീർ, ലോക്സഭയിൽ ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ഒരു മറുപടി പറഞ്ഞു. അതിൽ UPA കാലത്ത് തുടങ്ങി വെച്ചതാണ്, അത് ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ BJPയിലെ ശ്രീ ശിവൻകുട്ടി വളരെ നന്നായി ഹോംവർക്ക് ചെയ്ത് പാർട്ടി ക്ലാസ്സിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. ബഹുമാന്യ ശിവൻകുട്ടി, നിങ്ങളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പേര് തന്നെ മാറ്റണം. നരേന്ദ്രമോദി എന്നതിന് പകരം ഓർഡിനൻസ് മോഡി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ബഹുമാനായ സമ്പത്ത് എംപി ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു ചോദ്യമായിട്ട് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിത് കേന്ദ്രത്തിലെ പെട്രോളിയം മന്ത്രാലയത്തിന് കൊടുത്ത നിർദ്ദേശം ഈ രാജ്യത്തിലെ ജനങ്ങൾ അറിയില്ലായിരുന്നു. നിങ്ങൾക്കറിയോ, ഇത് ഇന്നും ഇന്നലെയൊന്നും ഇറങ്ങിയതല്ല ശിവൻകുട്ടി. മെയ് മാസം 30-ാം തീയതി, ഇപ്പൊ എത്രയാ, മെയ് മാസം 30-ാം തീയതി സർക്കാർ കൊടുത്ത നിർദ്ദേശമാണ് ഇന്നലെ ചോദ്യത്തിന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയെ നിങ്ങൾ 3 മാസക്കാലം പറ്റിക്കുകയായിരുന്നു.
ഇന്ത്യൻ ജനതയിൽ നിന്നും ഈ തീരുമാനത്തെ മറച്ചു വെക്കുകയായിരുന്നു, സപ്രസ് ചെയ്യുകയായിരുന്നു. കുറ്റകരമായ അനാസ്ഥയാണ്. നിങ്ങൾക്കറിയോ, GSTയുടെ മറവിൽ ഇവിടുത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കുത്തകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് അർദ്ധരാത്രി തുറന്നിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ പാവപ്പെട്ട ഏകദേശം 8.5 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സബ്സിഡിയെ സംബന്ധിച്ച് സംസാരിക്കാൻ, 18 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സബ്സിഡിയെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം കോൺഗ്രസും ഇടതുപക്ഷം എണിക്കുമ്പോൾ അവിടെ കൂക്കി വിളിച്ചുകൊണ്ട് BJP-ക്കാർ അതിന് തടസ്സം നിൽക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അർദ്ധരാത്രി ഇന്ത്യൻ പാർലമെന്റ് തുറന്നിട്ടവർ ചർച്ച പോലും അനുവദിക്കുന്നില്ല ഫാസിസ്റ്റുകൾ. നിങ്ങൾ തിരിച്ചറിയണ്ടേ? ഇപ്പൊ നിങ്ങൾക്കറിയോ, 6 കൊല്ലത്തിനിടയിൽ, നേരത്തെ അജിം ഷാദ് സൂചിപ്പിച്ചു, 6 കൊല്ലത്തിനിടയിൽ 32, അതിൽ ശ്രീ മൻമോഹന്റെ കാലം കൂടെ ഉണ്ടല്ലോ, 6 കൊല്ലത്തിനിടയിൽ 32 രൂപ ഒറ്റയടിക്ക് കൂട്ടാൻ ശ്രമിച്ച ആദ്യത്തെ സർക്കാർ. ഇവിടെ കാര്യങ്ങൾ വളരെ ഉജ്ജ്വലമായി നിങ്ങൾ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഇപ്പൊ 2.66 ക്രോർ ആളുകൾ ാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും അവസാനത്തെ ഉപഭോക്താക്കളായി നിൽക്കുന്നത്. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് 8 കോടി പേരെ സബ്സിഡിയിൽ നിന്ന് വെട്ടിക്കളയുന്നു. 8 കോടി ആളുകൾ. ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലേ UPA ഗവൺമെന്റ് സബ്സിഡി നിർത്തലാക്കുകയായിരുന്നില്ല, അത് ഡയറക്റ്റ് ട്രാൻസ്ഫറായി അവരിലേക്ക് നേരിട്ട് കൊടുക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഞാനിതാ ഈ ജനങ്ങളുടെ മുമ്പാകെ ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പറ്റിയ പരാജയം എന്താണെന്നറിയോ ശ്രീ ശിവൻകുട്ടി? ഞങ്ങളുടെ ഗവൺമെന്റ്, 2ാം UPA ഗവൺമെന്റ് പലതും ചെയ്തിട്ടും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തു പോയത്, 1 ഡയറക്റ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ആധാർ കൊണ്ടുവന്നത്, 2 ഞങ്ങള് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞത്, 3 ഡയറക്റ്റ് ആയിട്ടുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന ഗ്യാസ് സബ്സിഡിയുടെ സിലിണ്ടറിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വീട്ടമ്മമാരെ പിണക്കിയത് കൊണ്ടാണ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ കോൺഗ്രസിനെതിരെയും UPA-ക്കെതിരെയും ജനങ്ങൾ ആഞ്ഞടിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരന്റെ കുറ്റസമ്മതമാണ്? ആണ്. ഞങ്ങളുടെ പരാജയം ഞങ്ങൾ വിലയിരുത്തുകയാണ്. നിങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ 807 രൂപയ്ക്ക് മൻമോഹൻ സിംഗ് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലേക്ക് പണം അയച്ചപ്പോ വലിയ പ്രക്ഷോഭം BJP-യുടെ ശിവൻകുട്ടി, എനിക്ക് ഓർമ്മയുണ്ട്, ഗ്യാസ് സബ്സിഡിയും എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്നും കാളവണ്ടിയുടെ മുമ്പിൽ ഗ്യാസും കെട്ടിവെച്ചുകൊണ്ട് ശിവൻകുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന ചിത്രം ഞാൻ പലപ്പോഴും എടുത്തു വെച്ച് നോക്കാറുണ്ട്. പത്മകുമാറും ഉണ്ടായിരുന്നു. ശിവൻകുട്ടി മാത്രമല്ല, പത്മകുമാറും മുരളീധരൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രിയപ്പെട്ട ശിവൻകുട്ടിയോട് ഞാൻ വ്യക്തമായി പറയട്ടെ, അന്ന് ആകെ ബഹുജന രോഷം കത്തി നിന്നപ്പോൾ 807 രൂപയ്ക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നതിന് പുറമെ പ്രതിപക്ഷവുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് 43 രൂപ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ അധിക നികുതി വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അന്ന് ആ വലിയ കൊടുങ്കാറ്റിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, 7100 കോടി ചോദിക്കാതെയാണ്. അജിം ഷാദ് ശ്രദ്ധിക്ക്, എനിക്ക് കൂടുതൽ സമയം തരണ്ട. അദാനിക്ക്, അംബാനിക്ക്, സൂര്യകാന്തി ഗ്രൂപ്പിന്, അതുപോലെ വോഡാഫോൺ കമ്പനിക്ക്, സഹാറയ്ക്ക് 7100 കോടി രൂപ വൈവറിംഗ് അല്ല, ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ കിട്ടാക്കടമായി എഴുതി തള്ളുന്ന ഒരു ഗവൺമെന്റ് കർഷകരുടെ സബ്സിഡി എടുത്തു കളയുന്നു. ഇവിടെ പിന്നെ ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കളയുന്നു. പാവങ്ങളെ വേർതിരിക്കുന്നു. നിങ്ങൾ കോർപ്പറേറ്റുകളുടെ വക്താക്കന്മാരാണ്. നിങ്ങൾ കോർപ്പറേറ്റുകളെയും അദാനി പറയുന്നതും അംബാനി പറയുന്നതും ഒരു മിനിറ്റ് കൂടി കഴിയുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ പാർലമെന്റിൽ കൂക്കി വിളിക്കുന്നു. എണ്ണത്തിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക്. ഈ 44 എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുകയും ഇടതുപക്ഷത്തിനെ കളിയാക്കുകയും ചെയ്തുകൊണ്ട് എണ്ണത്തിന്റെ അഹങ്കാരത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ തിട്ടൂരമുണ്ടല്ലോ, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അടിയന്തരമായി ഞാൻ പറയുന്നു, സബ്സിഡി പിൻവലിച്ചില്ല എങ്കിൽ രാജ്യത്തിലെ ജനങ്ങൾ BJP-യെ, ഇപ്പോ നിങ്ങൾ ശിവൻകുട്ടി ചേട്ടൻ അതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു, ഈ 3 കൊല്ലത്തിനിടയിൽ വല്ലാത്ത സമ്പാദ്യം ഒന്നും ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നില്ല. തിരുവനന്തപുരത്തെ നിങ്ങളുടെ എണ്ണപ്പെട്ട നേതാക്കന്മാർ, തിരുവനന്തപുരത്തെ കിഴക്കൻ മേഖലയിൽ മത്സരിച്ച യുവ നേതാക്കന്മാർ വരെ പിന്നെ കർണാടകയിലെ ഡിസ്റ്റിലറികളിൽ ബിയർ പാർലറുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ അവർക്ക് നിക്ഷേപമുണ്ട് എന്നുള്ള വാർത്തകൾ സേവ് BJP ഫോറത്തിന്റെ പേരിൽ പുറത്തു വരുമ്പോൾ ശിവൻകുട്ടി ചേട്ടാ, സംഗതി കുഴപ്പമാണ്. നിങ്ങൾ രാജ്യത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ജനരോഷം. തീർച്ചയായും ശ്രീ PP സത്യൻ, അതായത് ലാഭത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രം സർക്കാരുകൾ ചെയ്യുക എന്ന ഒരു പ്രതിധ്വനിയാണ് ഈ വിഷയങ്ങളിലൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ അത് തന്നെ ഒന്നാം തരം പ്രശ്നമാണ്, സാധാരണക്കാരനെ ബാധിക്കുന്നതാണ്. അങ്ങനെ സർക്കാർ കൂടി ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണെങ്കിൽ അതൊരു കമ്പനി ആയി മാത്രം മാറ്റിയാൽ മതി. സർക്കാർ എന്ന സംവിധാനം ജനാധിപത്യ പ്രക്രിയയിൽ ആവശ്യമില്ല. ഇവിടെ നേരത്തെ സമ്പത്തമ്പി ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. ക്രൂഡ് ഓയിൽ എന്നതിൻ്റെ രാഷ്ട്രീയമെന്ത്? ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്ന ഒരു ഘട്ടം, ക്രൂഡ് ഓയിൽ എന്നത് അവിടെ ഒഴിവാക്കുന്ന ഒന്നാണ്. അതിനാണ് ഇവിടെ
നികുതിയും അതിൻ്റെ മുകളിൽ ഭാരവും പിന്നീട് സബ്സിഡി വെട്ടിക്കളയുന്നത് അടക്കമുള്ള രീതിയിലേക്ക് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്നത് ജനങ്ങളെ ബാധിക്കാതെ? ഇതേ സംബന്ധിച്ചൊരു പുസ്തകം കൂടി എഴുതിയ ആൾ എന്നുള്ള നിലയിൽ ശ്രീ പി പി സത്യൻ, ആധാർ പദ്ധതി നടപ്പാക്കിയതിന് ശേഷം, അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നില്ല, 13 മുതൽ 17 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ നിയമപരമായ ഇല്ലാതാക്കലാണല്ലോ ഇപ്പം നടക്കാൻ പോകുന്നത്. വെർച്വൽ നല്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആധാർ പദ്ധതി നടപ്പാക്കിയതിന് ശേഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗ്യാസ് പാചകവാതക നിഷേധിക്കപ്പെട്ടു. രാജസ്ഥാനിൽ ഫ്രണ്ട് ലൈനിൽ ഈ പ്രാവശ്യം 4-5ഓളം ആർട്ടിക്കിളാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന കിരാതമായിട്ടുള്ള ഈ കോർപ്പറേറ്റ് ഭരണത്തിൻ്റെ ചിത്രങ്ങളെ അക്കമിട്ട്, ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു കാര്യം പറയാം. രാജസ്ഥാനിൽ മാത്രം 30% സാധാരണ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വിരലടയാളം പതിയാത്തതിനാൽ ആധാർ കിട്ടാതെ പോവുകയും അങ്ങനെ സബ്സിഡി ഈ ഗ്യാസ് സിലിണ്ടർ മാത്രമല്ല, കുട്ടികളുടെ പഠനം, അവരുടെ സ്കോളർഷിപ്പ്, പെൻഷനുകൾ എന്ന് തുടങ്ങി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ സൗജന്യങ്ങളും, കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം, പോഷകാഹാരങ്ങൾ എല്ലാം നിഷേധിക്കപ്പെടുകയാണ്. ഇത് രാജസ്ഥാനിൽ മാത്രമല്ല, ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതാണ് സ്ഥിതി. ഇതിൻ്റെ ഒന്നും വ്യക്തമായ ഒരു കണക്കുകളിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് നമ്മൾ ഇതിനകം തന്നെ ജനങ്ങൾക്ക് ഇതൊക്കെ നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോർപ്പറേറ്റുകളാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത്. അത് ഇവിടുത്തെ ഭരണാധികാരികളെ കോർപ്പറേറ്റുകൾ അവരുടെ കാലിൽ കെട്ടി വലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ജനങ്ങളുടെ ദുരന്തത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കും എല്ലാം തന്നെ കാരണമാവുകയും ചെയ്യുന്നു. കണ്ണില്ലാത്തവന് എങ്ങനെയാണ്, വികലാംഗരായ ആളുകൾ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, സവിശേഷ ശേഷിയുള്ളവർ, അവരുടെ ഒന്നും തന്നെ ആധാർ എടുക്കാൻ പറ്റുന്നില്ല. വിരൽ പോലുമില്ലാത്ത ആളുകളുണ്ടല്ലോ, കണ്ണിൻ്റെ റെറ്റിന എടുക്കണം. അപ്പം അവയവഹീനരായിട്ടുള്ള ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക്, നോക്കുമോ, യാതൊരു ആശ്രയമില്ലാത്ത ആളുകൾക്ക്, അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പെട്ട ആളുകൾ, തട്ടിക്കൊണ്ടുപോയപ്പെട്ട കുട്ടികൾ, യാചകർ, അതുപോലെ തന്നെ അഭയ കേന്ദ്രങ്ങളിലൊക്കെ എത്തപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഒരുപാട് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകൾ, അവർക്കൊന്നും തന്നെ ആധാറില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ആധാർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റിൽഡ് പ്ലേസ് വേണം. ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൃഗങ്ങളെ പോലെ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് ഈ ഗ്യാസ് മാത്രമേ, ഇവിടെ പാചകവാതകത്തിൻ്റെ മാത്രം വിഷയമായിട്ട് ഞാനിവിടെ കാണുന്നില്ല, എല്ലാത്തരം ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നിഷേധിക്കപ്പെട്ടു. എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ആധാർ കിട്ടണമെങ്കിൽ പിന്നെ വിരലടയാളം പതിയണം, ഒരു യന്ത്ര തകരാറ് മതി. അതിൽ നിന്ന് ഈ ഗ്യാസ് സിലിണ്ടറുകൾ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയം ഇന്ന് സബ്സിഡി കട്ട് ചെയ്യുക വഴി താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ വൈരുദ്ധ്യത്തിന്റെ അരാജകത്വം നിറഞ്ഞ ഇന്ത്യയിൽ ഒരുപക്ഷെ ഈ ഗ്യാസ് സിലിണ്ടർ കൂടി സബ്സിഡി കൂടി വെട്ടിക്കുറയ്ക്കുകയും അതിനെ രഹസ്യമായി നടപ്പാക്കുകയും ചെയ്യാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? അത് ഭീകരമായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും വർഷങ്ങൾ ആരും അറിയാതെ പാചകവാതക നിഷേധിച്ചു എത്രയോ ആളുകൾക്ക്, കാരണം സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ. ഇത്തരത്തിൽ പാചകവാതകം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ, വൃദ്ധരായ ആളുകൾക്ക് പിന്നെ നടന്നു പോവാൻ കഴിയാത്ത കൊണ്ട് ഗർഭിണികളായ ആളുകൾക്ക്, ഇവർക്കൊന്നും തന്നെ ഇത് എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് വ്യക്തമാകുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്ന് പറയുമ്പോൾ അരുൺ ജെയ്റ്റ്ലി പറയുന്നത് സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ. ബീഫുമായി ബന്ധപ്പെട്ട് കാലികളുടെ കാര്യത്തിൽ ഒരു ഉത്തരവിറങ്ങിയായിരുന്നല്ലോ അടുത്ത സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത്. അവിടെയും റിലയൻസിൻ്റെ ബീഫിനോ അദാനിയുടെ ബീഫിനോ ഇനി പതഞ്ജലിയുടെ ബീഫോ പാക്കറ്റായി വന്നാൽ ഒരു പ്രശ്നവുമില്ല. ഇവരൊക്കെ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇതാണ് ഒന്ന്.
രണ്ട്, ഇപ്പോൾ നേരത്തെ ഷാഹിദ കമാലൊക്കെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് കറക്റ്റ് പണ്ട് ഹിറ്റ്ലറൊക്കെ ചെയ്തതുപോലെ അങ്ങനെ ഒരു വിമർശനം. രണ്ട്, മൂന്നാമത്തെ വിഷയം ഓർഡിനൻസ്. വിരമിച്ചു പോയ രാഷ്ട്രപതി പോലും പറയുന്നു ഈ ഓർഡിനൻസ് എന്ന് പറയുന്ന സംവിധാനം ചില പ്രത്യേക ഘട്ടങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതാണ്, ജനാധിപത്യ പ്രക്രിയ അതല്ല, അതിനപ്പുറത്തേക്ക് ചില ചർച്ചകളും രൂപപ്പെടലുകളും, അതിനാണ് ഈ ഭരണം പ്രതിപക്ഷം എന്നൊക്കെ, ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊക്കെ ഉള്ളതെന്ന്. എല്ലാ അർത്ഥത്തിലും ഓരോ വിഷയങ്ങൾ വരുമ്പോഴും BJP ജനവിരുദ്ധത മാത്രമല്ല ഇത്തരത്തിൽ ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ചൂണ്ടിക്കാട്ടാവുന്ന ഉദാഹരണങ്ങളായി മാറുന്നു ഓരോ വിഷയങ്ങളും. ഒടുവിലത്തേത് ഗ്യാസ്. അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ ശ്രീ ഭാസുരേന്ദ്ര ബാബു? അല്ല, പാർലമെന്റിൽ സംഭവിച്ചതിനെ സംബന്ധിച്ച് പാർലമെന്റ് അംഗമായിരുന്ന സമ്പത്ത്, അദ്ദേഹം ശ്രീ സമ്പത്ത് അത് പറയുകയുണ്ടായി. കോൺഗ്രസ് ചെയ്തു പോയ പാതകം എന്താണെന്ന് 3 എണ്ണം എണ്ണി ഷഫീറും പറയുകയുണ്ടായി. അപ്പൊ അവിടെ നിന്ന് നമുക്ക് സംശയം, അതിന്റെ പുറകോട്ടിൽ പോകണ്ട. അവർ തന്നെ നേരിട്ട് കണ്ടയാൾ പറയുന്നു, അതേമാതിരി മുൻ ചെയ്തികൾക്ക് പ്രായച്ചിത്തമായി ഒരാൾ സംസാരിക്കുന്നു, അതിന്റെ പുറകോട്ട് നമുക്ക് പോകണ്ട. ഇപ്പം സത്യത്തിൽ ഇത്ര അടിയന്തിരമായി എന്താണ് ചെയ്യുന്നത്? 2 കാര്യങ്ങൾ ചെയ്തു. ഇന്നലെ ഒരു പ്രസ്താവന വന്നു, അതിന്റെ പെട്രോളിയം മന്ത്രിയുടെ തന്നെയാണ് വന്നത്. ഇതേമാതിരി സബ്സിഡി കുറയ്ക്കാൻ പോകുന്നു, സബ്സിഡി ഇല്ലാതാക്കാൻ പോകുന്നു, പ്രതിമാസം 4 രൂപ വെച്ച് കൂട്ടി ഈ മാർച്ച്, അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴത്തേക്ക് സമാസമമാണ് 2018 ഇത്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്? സബ്സിഡൈസ്ഡ് സിലിണ്ടറും ഗാർഹിക ആവശ്യത്തിന് അല്ലാത്ത സിലിണ്ടറും അടുത്ത മാസം മുതൽ തന്നെ തുല്യമായി പോകാൻ പോകുന്നു. ആകെ ഒരു കൊഴാമറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു, സബ്സിഡിയുടെ കാര്യത്തിൽ ഈ സർക്കാർ സമയമെടുത്ത് അത് അച്ചീവ് ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അടിയന്തരമായി ചെയ്യാൻ പോകുന്നു. അതാണ് പ്രശ്നം. നോക്കൂ, 18 കോടി ആൾക്കാർ, 18.11 കോടി, ആ 18.11 കോടി ആൾക്കാരെന്ന് പറയുമ്പം 125 കോടി ജനതയിൽ വലിയൊരു ഭാഗമൊന്നുമല്ല ഒരിക്കലും. പക്ഷേ ഈ വിഭാഗം ലോവർ മിഡിൽ ക്ലാസ് ആയ ആൾക്കാരാണ്, അതിദരിദ്രരല്ല. ഇപ്പോൾ സത്യൻ പറഞ്ഞതുമാതിരി എന്താ പറയുക, ഒരു വിലാസം പോലും ഇല്ലാത്തവരല്ല. ആ ലോവർ മിഡിൽ ക്ലാസ് ആയിരിക്കുന്ന ആളുകളെയാണ് നേരിട്ട് ഇത് ബാധിക്കാൻ പോകുന്നത്. 2.6 കോടി അവർ വേറെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ലോവർ മിഡിൽ ക്ലാസ് ആയ ആളുകളെ പെട്ടെന്ന് ഒറ്റയടിക്ക് അവരെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. മനസ്സിലാക്കണം അജിം ഷാ, ഈ ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് അടുത്ത സർക്കാർ ആരായിരിക്കണമെന്ന് ഗൗരവകരമായ തീരുമാനമെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജനത. ആ ജനതയെ തന്നെ പിണക്കിയാലും കുഴപ്പമില്ല, ഉടനെ തന്നെ മാർച്ച് ആകുമ്പോൾ അത് തീരണം, ഏപ്രിൽ മുതൽ പുതുതായി ആരംഭിക്കണം. എന്താ ഇത്ര ബഹളം വെക്കുന്ന ഈ കാര്യത്തിനകത്ത്? ബഹളം വെക്കുന്നതിന് ലളിതമാണ് കാര്യം അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് 1 വർഷമായി, പിന്നെ ഒറ്റ വർഷമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക്. ആ 1 വർഷം വിലക്കയറ്റമൊന്നും കൊണ്ടുവരാനാകില്ല സ്വാഭാവികഗതിയിൽ. അപ്പോൾ 18 എന്നത് തീരുമ്പോഴേക്കും ഏകദേശം ഒരു വലിയ ജനവിഭാഗത്തിന്റെ കഥ കഴിച്ചിരിക്കും. കാരണം അടുത്ത വർഷം ഒന്നും ചെയ്യാനാവില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ വർഷം എന്തൊക്കെയാണ് നടന്നത്. ഇപ്പൊ ഗുജറാത്തിലെ MLA-മാരെ വിലക്കെടുത്തിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെ നാട് വീഴുന്നത്, പലായനം, കൂട്ടപ്പലായനം MLA-മാരുടെ അല്ലേ. ഒരു ചീഫ് മിനിസ്റ്ററെ തന്നെ ബീഹാറിൽ വിലക്കെടുക്കുന്നു. ഈ അർത്ഥത്തിൽ അമിത്ഷായുടെ തുക, തന്റെ ആസ്തി കൂടുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ 19 തെരഞ്ഞെടുപ്പിനെ മത്സരിച്ച് ജയിക്കാമെന്ന പ്രത്യാശ ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെടാതെ ഇപ്പം ശിവൻകുട്ടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിയന്തരമായി ഇത് ചെയ്യണ്ടല്ലോ ശിവൻകുട്ടി. ഇനി അവർ നിങ്ങൾ 24 വരെയും കണ്ടല്ലേ ഇവരുടെ സ്വപ്നം, പതുക്കെ ചെയ്യാമായിരുന്നല്ലോ. സ്വപ്നം ഇത്രയും ഇവിടെ വെച്ച് കഴിയുന്നു, കഥം ഹോഗയ എന്ന അവസ്ഥ വരുമ്പോൾ അടുത്ത വർഷം ഈ മാർച്ച് വരെ സമയമുള്ളൂ. ആ സമയത്തിനകത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ആർക്ക് വേണ്ടി? കോർപ്പറേറ്റുകൾക്ക് മോദി കൊടുത്ത വാക്കാണ്, ജനങ്ങളോടല്ലല്ലോ കൊടുത്തത്. അത് തീരുമാനിക്കണം. അടുത്ത വർഷം അതിനൊന്നും സമയമുണ്ടാകില്ല. അപ്പൊ ഏകദേശം വിട പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തട്ടിക്കൂട്ടി ഏകദേശം കെട്ടിപ്പെറുക്കി എടുക്കുകയാണ്. അതാണ് ഓരോരുത്തരും കിട്ടിയ സമയത്ത് കാശുണ്ടാക്കുന്നത്, തിരുവനന്തപുരം അടക്കം. അപ്പോൾ അത് ഞാൻ പോകുന്ന ശിവൻകുട്ടിക്ക് അറിയാം എന്നെക്കാൾ നന്നായിട്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അങ്ങനെ വരുമ്പം ഈ സബ്സിഡിയെ മാറ്റിക്കൊണ്ടു നടക്കുന്ന ഈ പുതിയ സംവിധാനമുണ്ടല്ലോ, ആ സംവിധാനം ചെയ്ത് തീർത്തിട്ട് അധികാരത്തിന് പോകാം എന്ന നിലയ്ക്കാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ എന്താ നരേന്ദ്രമോദി നടത്തിയ 35 or 40 റോഡ് ഷോകളുണ്ടല്ലോ UP-യിലൂടെ, അതിന് ഫൈനാൻസ് ചെയ്ത ആളുകളുണ്ടല്ലോ, ആ ആൾക്കാരോട് അദ്ദേഹം ഉത്തരവാദിത്വ സ്വഭാവത്തോടെ ഏറ്റെടുത്ത വാക്കു പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ആ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ കോർപ്പറേറ്റൈസേഷൻ സംഭവിക്കാനുള്ള
എല്ലാ നടപടികളും അവർ ചെയ്യും. താങ്കൾ സൂചിപ്പിച്ചത് മാതിരി ഓർഡിനൻസിലൂടെയാണോ അത് ജനിക്കാൻ പോകുന്നത്, പിന്നെ പാർലമെന്റിലൂടെയാണോ, അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഏറ്റ പണി ചെയ്യുക. അച്ചാരം വാങ്ങിപ്പോയി ഇനി നാറുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാറാൻ തന്നെ തീരുമാനം. നമ്മൾ പ്രാദേശികമായി കണ്ട BJP-യുടെ വലിയൊരു പതിപ്പാണ് എന്നാണ് താങ്കൾ പറഞ്ഞു. തീർച്ചയായും ശരിയാണ്. ശിവൻകുട്ടി, തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞതെന്ത്, എന്തൊക്കെയാണ് അതിലെ വൈരുദ്ധ്യം ഇപ്പോൾ പുറത്തെത്തുന്നത്, നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും ശ്രീ ശിവൻകുട്ടി, ഇവരൊക്കെ BJP-ക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊക്കെയും ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരർത്ഥത്തിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾ ഈ ആക്രമിക്കുന്ന 18.11 കോടി പേർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ലോവർ മിഡിൽ ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്നവരുടെ ചെറിയൊരു അംശമാണെങ്കിൽ പോലും അതൊരു പക്ഷേ നിങ്ങളുടെ വോട്ട് ബാങ്കുകളെ ബാധിക്കുകയാണ്. അതായത് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ലഹരി പിടിച്ചിട്ട് സാധാരണക്കാരനെയും പാർട്ടിയെയും നിലനിൽപ്പിനെയും പോലും മറക്കുമ്പോൾ കേന്ദ്രതലത്തിലും ഒരു സേവ് BJP ഫോറം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ഞാൻ പറയാം. ഇത് വളരെ വ്യക്തമായിട്ട്, വളരെ വ്യക്തത ഇക്കാര്യത്തിൽ വേണം. ഒരു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ് അവതരിപ്പിക്കേണ്ടത്. സബ്സിഡിയുള്ള ഒരു സിലിണ്ടറിന്, LPG സിലിണ്ടറിന് 477 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 477 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് സബ്സിഡി രഹിത സിലിണ്ടറുകൾക്ക് 564 രൂപയാണ്. 564 രൂപ. 477-ഉം 564-ഉം വ്യത്യാസം 87 രൂപയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ സബ്സിഡി സിലിണ്ടറുകൾക്കും സബ്സിഡി രഹിത സിലിണ്ടറുകൾക്കും തമ്മിലുള്ള വ്യത്യാസം 87 രൂപയാണ്. കഴിഞ്ഞ 10 വർഷം UPA സർക്കാർ ഭരിച്ചപ്പോൾ 400 രൂപയും 1020 രൂപയും തമ്മിലാണ്. 1020 രൂപയായിരുന്നു നോൺ സബ്സിഡി സിലിണ്ടറുകൾക്ക്. UPA സർക്കാരിന്റെ കാലത്ത് 1020 രൂപയായിരുന്നു. ഒന്ന് വ്യത്യാസം മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വെറും ശ്രീ ശിവൻകുട്ടി, അതായത് 2 രൂപയിൽ നിന്ന് 4 രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ, സബ്സിഡികൾ കുറയുമ്പോൾ, ഇതൊക്കെ രഹസ്യമായി നടത്തിയെന്നുള്ളത് വേറെ വിഷയം. അത് പോകട്ടെ, അത് രഹസ്യമോ പരസ്യമോ ആകട്ടെ. ഇത്തരത്തിലൊരു വലിയ ബർഡൻ ജനങ്ങൾക്ക് ചുമലിലേക്ക് വരുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ UPA ചെയ്ത തെറ്റിനെ തെറ്റുകൊണ്ട് മറയ്ക്കാമെന്നാണോ BJP വിചാരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ. UPA സർക്കാർ ചെയ്തിട്ടുള്ളത് ജനദ്രോഹ നടപടി എന്നുള്ളത് ജനങ്ങളുടെ മുമ്പ് വ്യക്തമാക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, 4 പേർക്ക് മറുപടി ഞാൻ പറയേണ്ടതുണ്ട്. എന്നെ പറയാൻ അനുവദിക്കണം. ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. 87 രൂപയാണ് സബ്സിഡി സിലിണ്ടറുകൾക്കും നോൺ സബ്സിഡി സിലിണ്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം. UPA സർക്കാരിൻ്റെ കാലത്ത് ഏകദേശം 700 രൂപയുടെ വ്യത്യാസം. ആനയും അമ്പാരിയും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളുടെ സർക്കാർ വളരെ വ്യക്തതയോടുകൂടി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കും, സബ്സിഡി ലഭിക്കും. എങ്ങനെയാണ് ഈ അർഹതപ്പെട്ടവരെ കണ്ടെത്തുക? നിങ്ങളുടെ ഉജ്ജ്വൽ യോജനയിൽ 2.5 കോടി പേരേ ഉള്ളൂ ശിവൻകുട്ടി. എങ്ങനെയാണ് ഈ അർഹരെ കണ്ടെത്തുക? നിങ്ങൾ ഈ അർഹരെ എങ്ങനെയാണ് കണ്ടെത്തുക? നോക്കൂ, മറുപടി പറയാൻ താങ്കൾക്ക് സമയം തരികയാണ്. താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ആഡ് ചെയ്യുകയാണ്. സുപ്രീം കോടതിയിൽ ആധാർ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് അനർഹരടക്കം ആനുകൂല്യങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നുവെന്ന്. എന്നിട്ടാണ് ഈ സാധാരണക്കാരെ അടക്കം ഇവിടെ നിന്ന് പുറത്താക്കുന്നത്, സബ്സിഡി ഒഴിവാക്കിക്കൊണ്ട്. എന്തൊരു വൈരുദ്ധ്യം! പറയൂ മറുപടി. അല്ല, വളരെ വ്യക്തതയാണ്. ആദ്യം ഗ്യാസിന്റെ കാര്യം തീരട്ടെ. ഗ്യാസിന്റെ കാര്യത്തിൽ നിങ്ങൾ 4 പേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വളരെ വ്യക്തതയോടുകൂടി 4 പേർക്കുള്ള മറുപടി എന്റെ ഭാഗത്തുണ്ട്. ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി. ആ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട പാവപ്പെട്ട നിർധനരായ എല്ലാ പേർക്കും ആനുകൂല്യം കൊടുക്കുമെന്ന് കേന്ദ്രമന്ത്രി
പാർലമെന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരെ എങ്ങനെ കണ്ടെത്തും? അവരെ നിലവിൽ അവർ 2.5 കോടിയാണ് ബാക്കിയുള്ളവർ ഒഴിവാകുന്നത്. അതിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യത കുറയുന്നവർ ഇവരെയൊക്കെ എങ്ങനെ ഉൾപ്പെടുത്തും? പറയൂ, അതിന്റെ ക്രൈറ്റീരിയ ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്. അല്ല അവരെ ക്രൈറ്റീരിയ ഒരു ഗവൺമെന്റ്, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ക്രൈറ്റീരിയ നമ്മളാരും പറഞ്ഞു കൊടുക്കണ്ട. ഈ രാജ്യം ഭരിക്കുന്ന ഓയിലിന്റെ വില കുറയുന്ന ഘട്ടത്തിലും ഈ ഈ വ്യവസായം ഉപേക്ഷിക്കപ്പെടാൻ നിർബന്ധിതമാകുന്ന ഈ സാധനത്തിന് ജനങ്ങളുടെ ഉള്ളിലേക്ക് എന്തിനീ ചുമതല അടിച്ചേൽപ്പിക്കണം? അധിക ചുമതല അടിച്ചേൽപ്പിക്കണം. അതായത് ക്രൂഡ് ഓയിലിന് വില കുറയുന്ന ഘട്ടം, നിങ്ങൾ എണ്ണയ്ക്ക് വില കുറയ്ക്കുന്നില്ല, കമ്പനികൾക്ക് അത് ഇഷ്ടം മാറുന്നു. ഇനി അവിടുത്തെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഉപേക്ഷിക്കപ്പെടാൻ നിർബന്ധിതമാകുന്ന ഒരു വസ്തുവിനെ കൃത്യമായി അവർ വ്യവസായം ചെയ്യുമ്പോൾ അതിന്റെ ഭാരം പോലും ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങളുടെ സർക്കാരിന് ശേഷിയില്ല. എന്നിട്ട് പറയുന്നു സർക്കാർ കണ്ടുപിടിക്കുമെന്ന്. ജനങ്ങളോട് പറയൂ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക ശ്രീ ശിവൻകുട്ടി? 2.5 കോടി ജനങ്ങളെ കണ്ടെത്തിയ സർക്കാരിന്, ഈ രാജ്യത്തെ പാവപ്പെട്ട മുഴുവൻ ജനങ്ങളെയും കണ്ടെത്തുന്നതിന് ഈ സർക്കാരിന് കഴിയും. ഈ സർക്കാർ അത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിനെ നമ്മളാരും പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട. സർക്കാർ ഭംഗിയായി രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ്. വളരെ വ്യക്തമായി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ, സബ്സിഡി എത്ര വില കുറയാൻ പോവുകയാണ്. ഈ സംസാരിച്ച 4 പേർ ആരെങ്കിലും പറഞ്ഞോ ഇന്ന് വില കുറഞ്ഞു? എല്ലാം കൂടിയതല്ലേ പറയുന്നത്. എവിടെ ആരെയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇന്ന് വില കുറഞ്ഞല്ലോ, എന്താ പറയാത്തത്? വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് വില കുറഞ്ഞല്ലോ. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് സിലിണ്ടർ വളരെ സൗജന്യമായി കൊടുക്കുന്ന ഒരു സർക്കാരാണല്ലോ രാജ്യം ഭരിക്കുന്നത്. ആൾക്കാരെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം പറയാം. ഞാൻ CPM-ഉം കോൺഗ്രസും ഞങ്ങളെ പിന്തുണയ്ക്കില്ലല്ലോ, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം വളരെ വ്യക്തമാണ്, അത് പറഞ്ഞോട്ടെ. പക്ഷെ ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ വ്യക്തമായി ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട എല്ലാ പാവപ്പെട്ടവർക്കും സബ്സിഡി അനുവദിക്കും. വളരെ വ്യക്തമായി കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഗ്യാസ് സിലിണ്ടറിന്റെ വിലയേക്കാൾ 200 രൂപ. താങ്കൾ അത് തന്നെ വീണ്ടും പറയുന്നു. ശരി. അതായത് ശ്രീമതി ഷാഹിദ കമാൽ, അതായത് അങ്ങനെയാണ് BJP പറയുന്നത്, അങ്ങനെയാണ്. ഇന്ന് വില കുറഞ്ഞു, വാണിജ്യ ആവശ്യങ്ങൾക്കോ എന്തോ ആയിക്കോട്ടെ, അതും ജനങ്ങളാണല്ലോ എന്നാണ് അവരുടെ വെപ്പ്. അതായത് ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഒരു സർക്കാർ ചെയ്യുന്നു. മുമ്പ് UP അടക്കം ചെയ്തു വെച്ചതിൻ്റെ വലിയ ഭാരങ്ങളുണ്ട്. ഇതൊക്കെ അതിജീവിക്കാൻ BJPക്ക് ഇതേ ചെയ്യാനാകൂ. ഘട്ടം ഘട്ടമായി ഒരു ദരിദ്ര രാജ്യത്തെ സംബന്ധിച്ച് പുരോഗതിയിൽ എത്തിക്കുന്നതിൽ ഇങ്ങനെ വയറ് മുറിക്കേണ്ടി വരും. അതാണ് BJP പറയുന്നത്. അതിൽ യുക്തിയില്ലേ? അല്ല, BJP തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. എന്തെല്ലാം മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ശ്രീ ശിവൻകുട്ടി ആവേശത്തോട് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയും ഗതികേടും വിളിച്ചു പറയുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് സിലിണ്ടറിന്റെ വില കുറഞ്ഞത് പറഞ്ഞു. അദ്ദേഹം സബ്സിഡിയുള്ള സിലിണ്ടറിന്റെ വില കുറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സിലിണ്ടറിന്റെ വില കുറഞ്ഞു എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പിന്നെ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പറയുകയാണ് ഒരു സിലിണ്ടറിന് 87 രൂപയുടെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ എന്ന്. നമ്മൾ ആലോചിക്കണം. കശുവണ്ടി തൊഴിലാളികളും കർഷകരും പിന്നെ കയർ തൊഴിലാളികളും സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ അടങ്ങുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ കർഷകരാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സമരമുഖവുമായിട്ട് രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങുന്നത്. അപ്പം 2.5 കോടി അല്ല 1.5 കോടി വരുന്ന അല്ലെ ക്രൈറ്റീരിയ നിശ്ചയിച്ച 1.5 കോടി ജനങ്ങൾ. അപ്പം 87 രൂപ ഒരു സാധാരണക്കാരായ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 87 രൂപ ഒരു സിലിണ്ടറിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായി കാണുന്ന BJPയുടെ ഈ നിലപാട്, അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം 87 രൂപ എന്ന് പറയുന്നത് അവർക്ക് നിസ്സാരമാണ്. കാരണം അവരെയൊക്കെ കൈകളിൽ ഇവിടെ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോഴുള്ള കള്ളപ്പണം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഹവാല നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന നോട്ട് നിരോധനം, അതിനുശേഷം തുടർന്നങ്ങോട്ടുണ്ടായ സാമ്പത്തിക വിനിമയത്തിൽ വന്നിട്ടുള്ള നിയന്ത്രണങ്ങളുമൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ ഒരു ഭാരമായി ഏൽപ്പിച്ചപ്പോൾ ഇവിടുത്തെ BJP നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ വർദ്ധിപ്പിക്കുകയും അവരുടെയൊക്കെ കൈകളിൽ 2000-ന്റെ അല്ലാത്ത അവരുടെയൊക്കെ കൈകളിലൊന്നും 100-ന്റെ നോട്ടില്ല, 2000-ന്റെ നോട്ടുകൾ മാത്രമേ BJP നേതാക്കന്മാരുടെ കൈകളിലുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം 87 രൂപ എന്ന് പറയുന്നത് നിസ്സാരമാണ്. പക്ഷേ മാസം 5000-6000 രൂപ ജോലിക്ക് പോയി കിട്ടുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ 5000 രൂപ കൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു മാസം അങ്ങും ഇങ്ങും മുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന സാധാരണക്കാരായ വീട്ടമ്മമാര്, കർഷകര്, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഫാക്ടറികളിൽ ജോലിയെടുക്കുന്നവര്, അങ്ങനെയുള്ള സാധാരണക്കാരെ കുറിച്ച്
യാതൊരുവിധ ചിന്തയും ഇല്ലാത്ത രീതിയിലാണ് ശ്രീ ശിവൻകുട്ടിയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലരുതെന്നാണ് എനിക്ക് നിങ്ങളോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ സമ്പത്തമ്പി, തീർച്ചയായും ശ്രീ സമ്പത്തമ്പിയിലേക്ക്. ശ്രീ സമ്പത്തമ്പി, ഈ അർഹരെ കണ്ടെത്തും എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ അർഹരെ കണ്ടെത്താനുള്ള മാർഗം? നിലവിൽ 2.5 കോടി ജനങ്ങൾക്ക് സബ്സിഡി, അതായത് ഉജ്ജ്വൽ യോജന പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡി കിട്ടും എന്ന് പറയുന്നു. അത് എത്ര ശതമാനമാണ്? അങ്ങനെ അർഹരെ ബാക്കിയുള്ളവരെ എങ്ങനെ ഉൾപ്പെടുത്തും? അതിലൊക്കെ അവ്യക്തത നിലനിൽക്കുന്നു. നോക്കൂ, ആധാറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ചർച്ച നടന്നപ്പോൾ ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അനർഹർ ഒരുപാട് ആനുകൂല്യങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു, ഗ്യാസിൻ്റെതടക്കം. പക്ഷേ ആ അനർഹർ എന്ന് പറയുന്നത് ഇവരാണ്. ഈ പാവങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു സബ്സിഡിയുടെ കാര്യത്തിൽ. എന്നിട്ട് ആധാറിൻ്റെ വിഷയത്തിൽ കോടതിയിൽ മറ്റൊന്ന് പറയുകയും ചെയ്യുന്നു. ഒന്നത്. രണ്ടാമത്തെ വിഷയം, നാളെ ഈ വിഷയം ഏതൊക്കെ തരത്തിലാകും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുക? പാർലമെന്റിൽ ഓരോ ദിവസവും ജനകീയ വിഷയങ്ങൾ അത്തരത്തിലുള്ളത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചോദ്യോത്തര വേളയിലായാലും ശൂന്യവേളയിലായാലും അതല്ല ബില്ലുകളുടെ മേലുള്ള ചർച്ചയിലായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പാർലമെൻറ്റിനെ സംബന്ധിച്ചൊരു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അതെല്ലാം ഒരു ഫോറമാണ്, ഡിസ്കഷന് വേണ്ടിയുള്ള, ഡിബേറ്റിന് വേണ്ടിയുള്ള, അത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും സംവാദങ്ങൾക്കും സമന്വയത്തിനുമുള്ള വേദിയാണ്. അത് ഭരണകക്ഷി വാസ്തവത്തിൽ അതിനെ കൂടുതൽ മുൻകൈയെടുക്കുകയും അത്തരത്തിൽ മറ്റ് എതിരഭിപ്രായങ്ങളെ സ്വാംശീകരിക്കാനും സമന്വയിപ്പിക്കാനും ശ്രമിക്കേണ്ടതാണ്. അത് അവർ ചെയ്യുക, അത്തരം കാര്യങ്ങൾ അത് അവരുടെ ചുമതലയാണ്. ഞങ്ങളുടെ ചുമതല നിർവഹിക്കുന്നു. ഇവിടെ ഒരു കാര്യം, ഇന്ന് ലോക്സഭയിൽ ഒന്നാമത്തെ ചോദ്യം, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം നമ്പർ 221 ഹൈദരാബാദിൽ നിന്നുള്ള അസൗദ്ദീൻ ഓവൈസിയാണ് ആ ചോദ്യം. ആ ചോദ്യത്തിൽ അദ്ദേഹം ഒരു കാര്യം, ആ ഉപചോദ്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുകയുണ്ടായി. തെലങ്കാന പുതുതായി രൂപീകരിക്കപ്പെട്ട 29ാമത്തെ സംസ്ഥാനമാണ്. തെലങ്കാന സംസ്ഥാനത്ത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അത് മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള MNREGA എന്ന് നമ്മൾ പറയുന്ന ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും അതിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയാനായി ആഗ്രഹിക്കുന്നതല്ല. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിടെ 36% പേരുടെ ഗുണഭോക്താക്കളുടെ വിരലടയാളങ്ങൾ പതിപ്പിക്കാൻ കഴിയില്ല. ഇതെന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർ, അത് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ, ഈ കൈ കൊണ്ട് അധ്വാനിക്കുന്നതായിട്ടുള്ള മണൽ പണിയെടുക്കുന്നവരും ഇഷ്ടിക ചൂളകളിൽ പണിയെടുക്കുന്നവരും മറ്റു വിധത്തിൽ ഈ കായിക അധ്വാനം അങ്ങനെ നിർവഹിക്കുന്നവരും, അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ബയോമെട്രിക്, അത്തരത്തിൽ വിരലടയാളം, ഇത്തരം കാര്യങ്ങളൊന്നും അതൊന്നും കൃത്യമായി എടുക്കാനായി കഴിയില്ല. ഇത് തെലങ്കാനയുടെ ഒരു വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏതാണ്ട് ഇതുപോലെ ബാധകമാണ്. നമ്മളൊരു ഈ സെഡൻഡറി ആയിട്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ക്ലറിക്കൽ പണി പോലെ ചെയ്യുന്നത് പോലെ, IT മേഖലയിൽ പണിയെടുക്കുന്നത് പോലെ അത്തരത്തിലല്ല ഈ പണിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടേതായിട്ടുള്ള വിഷയം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതായ ഒരു കാര്യത്തിൽ ഞാൻ BJP നേതാക്കൾ തന്നെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരത്തിൽ ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചർച്ചകളിൽ BJP എടുത്ത നിലപാട് എന്തായിരുന്നു എന്നത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ശ്രീ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിൻ്റെ, രാജ്യസഭയുടെയും ലോക്സഭയുടെയും ഈ കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളുടെ കാലത്ത് അവരുടെ BJP നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നിന്ന് ദയവായി ഒന്ന് നോക്കുക. ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് പോകുമ്പോൾ, സബ്സിഡി വേണമെങ്കിൽ നിങ്ങൾ ആധാറുമായി ബന്ധപ്പെടുത്തണം. ഇപ്പോൾ എന്താ, ഈ LPGയുടെ സബ്സിഡി തന്നെ എടുത്തു കളയുന്നു. പിന്നെ എന്തിനാണ് ഈ എത്ര കോടിയായാലും, അത് 18 കോടിയോ ആവട്ടെ, അതല്ല ഇനി അത് 50 കോടിയോ ആകട്ടെ, എത്ര കോടിയായാലും എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളെ മുഴുവനും നിങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കാൻ പറഞ്ഞത്? നിങ്ങൾ സബ്സിഡിയെ എടുത്തു കളയുകയാണ്, സബ്സിഡി പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ നയമാണ് എന്ന് പറയുന്നു. പിന്നെ ആർക്ക് വേണ്ടിയായിരുന്നു ഈ ആധാർ കാർഡ് എടുക്കാനായി ആളുകളോട് പറഞ്ഞത്? ആധാർ കാർഡ് ഇല്ലെങ്കിൽ സബ്സിഡി ഇല്ല, ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഇല്ല, ആധാർ കാർഡ് ഇല്ലെങ്കിൽ പെൻഷൻ ഇല്ല, ആധാർ കാർഡ് ഇല്ലെങ്കിൽ ആനുകൂല്യമില്ല, ആധാർ കാർഡ് എടുത്തു കൊള്ളണം. ഈ ആളുകൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ആധാർ കാർഡും ഈ ആദായ നികുതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ, അതിൻ്റെ ഹാർഡ്വെയർ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തിയെല്ലാം ഈ ചെയ്യുന്നതിനകത്തെല്ലാം ഈ ചില വലിയ ബഹുരാഷ്ട്ര കുത്തകകളുടേതായിട്ടുള്ള അവരുടെ പങ്കെന്താണ്? 1 IBM, 2 ബോസ്റ്റൺ, 3 മെക്കൻസി. ഇത്തരത്തിൽ നിരവധി അവർ കൺസൾട്ടൻസി കമ്പനികളും ഹാർഡ്വെയർ കമ്പനികളും സോഫ്റ്റ്വെയർ അത്തരം വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഇതിലെല്ലാമുള്ള താല്പര്യം എന്താണ്?
ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വാസ്തവത്തിൽ ഈ വിരലടയാളം പതിപ്പിക്കാൻ പോലും നേരെ കഴിയാത്തതായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ, ആ ആളുകളോടാണ് ഇത്തരത്തിലെല്ലാം പുതിയ പുതിയ കാർഡുകൾ എടുക്കാനായി ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. ആ കാർഡുകൾ ഇല്ലാത്തത് കൊണ്ട് നേരത്തെ ശ്രീ ബാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ അവരെല്ലാവരും യഥാർത്ഥത്തിൽ ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുള്ള പാവപ്പെട്ട കുറേ ആളുകൾ വോട്ടർ പട്ടികയിൽ പേരും ഇല്ല, ആധാർ കാർഡും ഇല്ല, അവർക്ക് മേൽവിലാസവും ഇല്ല, അവർക്ക് യാതൊരു ആനുകൂല്യവും ഇല്ല. അവരിങ്ങനെ കുറേ മനുഷ്യപ്പുഴുക്കളെ പോലെ അലഞ്ഞു തിരിയേണ്ടതായ അവസ്ഥ. രണ്ടാമത്തതോ, ഇത് പല ആളുകൾക്കും കൃത്യസമയത്ത് ലഭ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാതിരിക്കാം. മൂന്നാമത്തെ കാര്യമോ, സബ്സിഡികൾ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇൻവെർട്ടഡ് കോമേഴ്സിനകത്ത് അത് ലഭ്യമായി കൊണ്ടിരുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് മാസാമാസം ഇങ്ങനെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സബ്സിഡി തന്നെ ഇല്ലാതാക്കുക. ഇനി ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ LPG എല്ലാം ഇങ്ങനെ നൽകുമ്പോഴേക്ക് ഇതെല്ലാം എന്തോ ഔദാര്യം പോലെ നൽകുന്നു എന്നുള്ള നിലയിലാണോ പറയുന്നത്? LPG ആ വിധത്തിൽ പാചകവാതകത്തിന് ലഭ്യമല്ല എങ്കിൽ ആളുകൾക്ക് ഇന്ധനം ലഭ്യമാകണം. പാചകം ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആളുകൾ മരം വെട്ടാൻ തുടങ്ങുകയും കാട് കയറി വെട്ടുകയും ചെയ്യും എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണല്ലോ ഈ വിധത്തിൽ സബ്സിഡിയോടുകൂടി പാചകവാതകം അത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത്. ഈ പാചകവാതകമായി LPG ആയി ഇത് പെട്രോളിയം കമ്പനികൾ നൽകിയില്ല എങ്കിൽ ഇത് കത്തിച്ച് കളയേണ്ടി വരും. വേറെ ഒരു മാർഗവും ഇല്ല. ഇവിടെ വാണിജ്യ ആവശ്യത്തിന് നൽകുന്നതിനെ പറ്റി പറഞ്ഞു. വാണിജ്യ ആവശ്യത്തിന് കിട്ടുന്നതെല്ലാം ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകൾക്ക് വാണിജ്യ ആവശ്യത്തിനെല്ലാം വെറുതെ കുറച്ച് അങ്ങനെ വില കുറച്ച് നിങ്ങൾ LNG LPG എല്ലാം കൊടുക്ക്. പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ തട്ടിത്തെറിപ്പിക്കുന്നത് ഒട്ടും ഉചിതമായ ഒരു കാര്യമല്ല. അത് സംബന്ധിച്ച് ആ വൈരുദ്ധ്യങ്ങളൊക്കെ പൊളിച്ചെഴുതി തന്നെയാണ് ശ്രീ സമ്പത്ത് എം പി വ്യക്തമാക്കിയത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആ വൈരുദ്ധ്യങ്ങളൊക്കെ നാം സംശയിക്കപ്പെട്ടതും നാം ഉയരുന്നതുമായ ആശങ്കയുടെ ആ വൈരുദ്ധ്യങ്ങളൊക്കെ കൃത്യമായി പൊളിച്ചെഴുതി തന്നെയാണ് ശ്രീ സമ്പത്ത് എം പി പറഞ്ഞത്, മറുപടി പറഞ്ഞത്. അതായത് ഒരു കാര്യം കൂടി, അതായത് ഉജ്വൽ യോജനയുടെ പരസ്യം വന്ന ഘട്ടത്തിൽ വിറകുമായി പോകുന്ന സ്ത്രീകളെ കാണിച്ചു, താഴെ വലിയ ഗ്യാസ് സിലിണ്ടർ എന്ന സംഭാവന. ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷത്തിലും ജനങ്ങളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കബളിപ്പിക്കലാണ് തുടരുന്നത്. ഇപ്പോൾ നിലവിൽ സബ്സിഡി വാങ്ങുന്നവരുടെ കൂടി ആനുകൂല്യം എടുത്തു കളയുമ്പോൾ കേന്ദ്ര സർക്കാർ ആണിയടിക്കുകയാണ്. എന്തിൻ്റെ മേൽ? അല്ല, അതിനകത്ത് എനിക്ക് ശിവൻകുട്ടിയോട് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹമാണ് അതിനകത്ത് ഓപ്പോസിഷൻ പറയുന്നതുകൊണ്ട് മാത്രമാണ്. കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയും. എനിക്ക് അതിനകത്ത് ദൈന്യതയുണ്ട്, എങ്കിലും നിവൃത്തിയില്ലല്ലോ. രണ്ട് വീക്ഷണങ്ങളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പെട്രോളിൻ്റെയും പെട്രോളിയം പെട്രോൾ, ഡീസൽ ഇവയുടെ സബ്സിഡൈസ്ഡ് സംഭവം എടുത്തു കളഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് എന്താണ് മനസ്സിലായത്? സർക്കാരിന് അതിൻ്റെ മേൽ വില നിയന്ത്രിക്കാൻ അധികാരമില്ലാതായി. ഇതാണല്ലോ വില നിയന്ത്രണത്തിൻ്റെ അധികാരം കമ്പനികൾക്ക് കൊടുത്തു. ഈ ഗ്യാസിനും നിങ്ങൾ അതാണോ ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴത്തെ അനുഭവം വെച്ചാണെങ്കിൽ ഗ്യാസിൻ്റെ വില ഇനി കമ്പനികൾ തീരുമാനിക്കില്ലേ ശിവൻകുട്ടി? അങ്ങനെ തീരുമാനിക്കേണ്ട അനിവാര്യത ഗ്യാസിൻ്റെ കാര്യത്തിൽ എന്താണ് കമ്പനികൾക്കുള്ളത്? ഞങ്ങളുടെ പൂർവ്വനഷ്ടം നികത്താനാണ് ഇത് ചെയ്യുന്നതെന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യത്തിൽ അവർ പറഞ്ഞു. ഇതാകട്ടെ, ഇത് അവർക്ക് തന്നെ എടുക്കാൻ കഴിയാത്തവണ്ണം കത്തിച്ച് കളയുന്ന ഒരു റെസിഡ്യൂ ആയിരുന്നു, ആവശ്യമില്ലാത്ത കാര്യം. അതും കൂടെ കമ്പനിക്ക് കൊടുത്ത് ലാഭമുണ്ടാക്കണമെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്തിനു ഇതിന് പിന്തുണയ്ക്കാൻ നിൽക്കുന്നു? ഞാൻ പറയുന്നത് നിങ്ങൾ എളുപ്പം പിൻവലിക്കൂ. കാരണം ആളുകൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഒറ്റപ്പെട്ടു പോകും. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാമോ? വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ശിവൻകുട്ടിക്ക് നമ്മുടെ ഇരിക്കുന്ന മലയാളികളിൽ ഒരാളാണല്ലോ, തിരുവനന്തപുരത്തുകാരനാണല്ലോ. ഞാനും അദ്ദേഹവും അയൽവാസികളാണ്, പാങ്ങോടാണല്ലോ താമസിക്കുന്നത്. ഒരു കണക്ക് വന്നത് ശിവൻകുട്ടി, സത്യത്തിൽ അമിത്ഷായുടെ വരുമാനം 300 ഇരട്ടി, അല്ല 300%, 3 ഇരട്ടി ആയി വർദ്ധിച്ചു. അത് വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഒരു യുവനേതാവിനെ സംബന്ധിച്ച് വരുന്ന വാർത്ത ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാവുന്ന ശരി, അതേക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ശരിയാണെങ്കിൽ താങ്കൾക്ക് ആ സംശയത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ വരുമാനം ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ 17 ലക്ഷവും ഇപ്പോൾ 17 കോടിയുമാണെങ്കിൽ 1000 ഇരട്ടിയാണ് സാർ വർദ്ധിച്ചത്. ഇങ്ങനെ ആളുകളെ കൊള്ളയടിച്ച് പണമുണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഈ സർക്കാരിൻ്റെ കാര്യം എന്തിനു പറയണം? ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന പോക്കിൽ നമ്മൾ സഞ്ചരിച്ച മുഴുവൻ പാലങ്ങളും തീർച്ചയായും ശിവൻകുട്ടി മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പനികൾക്ക് വില തീരുമാനിക്കാവുന്ന അവസ്ഥയിൽ അതാണ് ഈ ഗ്യാസ് വ്യക്തമായി. അതിനെ നിങ്ങൾ തടയുന്നുണ്ടോ? ഒരു 10 സെക്കൻഡ് കൊണ്ട് മറുപടി പറയണം പ്ലീസ്. അല്ല, നമ്മുടെ ബഹുമാനനായിട്ടുള്ള ബാസുരേന്ദ്ര ബാബു സാർ അല്ലല്ലോ ഗവൺമെന്റ്. ബഹുമാനനായിട്ടുള്ള ബാസുരേന്ദ്ര ബാബു സാർ അല്ലോ ഗവൺമെന്റ്. ബാസുരേന്ദ്ര ബാബു സാറിന് എന്തും പറയാം, എന്നും പ്രചരിപ്പിക്കാം. ഞങ്ങളുടെ ഗവൺമെന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക്, അർഹരായവർക്ക് സബ്സിഡി നൽകും.
ഞങ്ങളുടെ ഗവൺമെന്റ് തീർച്ചയായും ശ്രീ പി സത്യൻ, അങ്ങനെയാണോ? അർഹതയുള്ളവർക്ക് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഈ കത്തിച്ച് കളയുന്ന സാധനത്തിന് ഇങ്ങനെ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചുരുക്കി എന്ന് പറഞ്ഞാൽ? ഇതിന്റെ വില കുറച്ചതിന്റെ കണക്ക് പറഞ്ഞു. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതുവരെ കൊടുത്തിരുന്ന ആളുകൾക്ക് 40% ആളുകൾ ഇതിന്റെ ഉപഭോക്താക്കളെ ഇതിനകത്ത് നിന്ന് ആധാർ വന്നതിന് ശേഷം പുറത്തുപോയി. എന്നിട്ട് ഈ വില കുറഞ്ഞ സാധനം പണക്കാരായ ആളുകൾക്ക് കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് കൃത്യമായ അതിന്റെ വൈരുദ്ധ്യം. അതായത് ലൂയിസ് 16-ന്റെ ഭാര്യ റൊട്ടി വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വന്ന് വിളിച്ചപ്പോൾ ചരിത്രത്തിലുള്ളതാണ് അത്. റൊട്ടി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ കേക്ക് വാങ്ങി തിന്നു എന്ന് ആഡംബരത്തിൽ നിന്നുകൊണ്ട് ആ പട്ടിണിപ്പാവങ്ങളോട് പറഞ്ഞു. തീർച്ചയായും അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വിഷയത്തിലും എടുത്തത് എന്ന് തന്നെയാണ് ഈ ചർച്ചയിലെ പാനലിൽ രൂപം കൊണ്ടത്. കൃത്യമായ മറുപടി അതിന് BJP നേതാവിന് പറയാനുമായില്ല എന്നുള്ളത് കൂടി അടിവരയിടേണ്ടതാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകും.